15,700 കോടിയുടെ അടിസ്ഥാന വികസന പദ്ധതികൾ ഉദ്ഘാടനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അയോധ്യയിൽ എത്തിയിരിക്കുകയാണ്. അയോധ്യ വിമാനത്താവളത്തിൽ നിന്നും ആദ്യ ഇനാഗുറേഷൻ പരിപാടികൾ നടക്കുന്ന റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ ആരംഭിച്ചിരിക്കുന്നു. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. റോഡിന്റെ ഇരുവശങ്ങളിലും ജനങ്ങൾ തിങ്ങി നിറഞ്ഞിരിക്കുകയാണ്. വൻ വരവേൽപ്പാണ് പ്രധാനമന്ത്രിക്ക് അവിടെ നൽകുന്നത്. വിവിധ കലാരൂപങ്ങൾ അണിനിരത്തിക്കൊണ്ട് ഒപ്പം ആളുകളുടെയൊക്കെ വലിയ സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ട് പ്രധാനമന്ത്രി മുന്നോട്ട് പോകുന്നതാണ് കാണുന്നത്. അയോധ്യയിൽ ഇന്ന് ഏതാണ്ട് 11,100 കോടിയുടെ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിക്കും. ഒപ്പം ഉത്തർപ്രദേശിന്റെ 4,600 കോടിയുടെ മറ്റ് വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിക്കും. അതിനായി അദ്ദേഹം അവിടെ എത്തുന്നു. അദ്ദേഹത്തിന്റെ ഇന്നത്തെ വരവ് അടുത്ത മാസം 22-ാം തീയതി നടക്കുന്ന പ്രാൺ പ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് മുന്നോടിയായി കൂടിയുള്ളതാണ്. അതിന്റെയൊക്കെ ഒരു വിലയിരുത്തലും ഈ സന്ദർശനത്തിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വലിയ സുരക്ഷ അവിടെ ഒരുക്കിയിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഹൈ ലെവൽ സെക്യൂരിറ്റിയാണ് ഒരുക്കിയിരിക്കുന്നത്. ATS ഉൾപ്പെടെ അവിടെ ഒപ്പം നാഷണൽ സെക്യൂരിറ്റി ഗാർഡ്സിന്റെയും ഒക്കെ നേതൃത്വത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ അവിടെ ഒരുക്കിയിട്ടുണ്ട്. റോഡിന് ഇരുവശത്തും നിരവധി പേർ തിങ്ങി നിറഞ്ഞിരിക്കുന്നു. റോഡ് ഷോയായിട്ടാണ് പ്രധാനമന്ത്രി ഉദ്ഘാടന ചടങ്ങുകൾ നടക്കുന്ന റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുക. ഏതാണ്ട് 1,00,000 ചതുരശ്ര അടി വിസ്തീർണത്തിലാണ് അവിടെ പുതിയ അയോധ്യാധാം എന്ന പേരിലുള്ള റെയിൽവേ സ്റ്റേഷൻ ഒരുങ്ങിയിരിക്കുന്നത്. അത്യാധുനിക സൗകര്യങ്ങളോടെയുള്ള റെയിൽവേ സ്റ്റേഷനാണ്. അയോധ്യ രാമക്ഷേത്രം അവിടെ തീർത്ഥാടകരെത്തുമ്പോൾ അവർക്ക് ലോകോത്തര നിലവാരത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുക എന്നതാണ് ലക്ഷ്യമിടുന്നത്. അതിന്റെ ഭാഗമായിട്ടുള്ള പുനരുദ്ധാരണ പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ 4 വർഷമായി അവിടെ നടന്നു വന്നിരുന്നത്. അതിന്റെ ഉദ്ഘാടനം ഇപ്പോൾ നടക്കുന്നു. റെയിൽവേ സ്റ്റേഷൻ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയാണ് ഒരുക്കിയിട്ടുള്ളത്. അവിടെ എസ്കലേറ്ററുകൾ, ലിഫ്റ്റുകൾ, ഒപ്പം താമസിക്കാൻ തീർത്ഥാടകർക്ക് എത്തിയാൽ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ താമസിക്കാനുള്ള ഡോർമെട്രി സൗകര്യങ്ങൾ ഒക്കെ ഒരുക്കിയിട്ടുണ്ട്. ശിശുപരിപാലന കേന്ദ്രങ്ങളുണ്ട്. അവിടെ 24 മണിക്കൂറും ഡോക്ടർമാരുടെ സേവനം ലഭ്യമായിരിക്കും. തീർത്ഥാടകർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടെങ്കിൽ, അവർക്ക് യാത്രയുടെ ഭാഗമായി വരുന്ന ഏതെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥതകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ, അതിന് ചികിത്സ തേടാൻ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന സൗകര്യങ്ങളോട് കൂടിയ ആശുപത്രി സംവിധാനം ഉൾപ്പെടെ ഉണ്ടാകും. കുട്ടികൾക്കുള്ള പ്രത്യേക സംവിധാനം ഉണ്ടാകും. അങ്ങനെ വിവിധ സൗകര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ലോകോത്തര നിലവാരത്തിലുള്ള റെയിൽവേ സ്റ്റേഷനായി അക്ഷർധാം റെയിൽവേ സ്റ്റേഷൻ മാറിയിരിക്കുന്നു. അതിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിക്കും. അദ്ദേഹം റോഡ് ഷോയായാണ് അവിടേക്ക് എത്തുക. 11:15 ആണ് ഇനാഗ്രേഷൻ ഉണ്ടാകും എന്ന് നേരത്തെ അനൗൺസ് ചെയ്തിരുന്നത്. പക്ഷേ അദ്ദേഹം ഇപ്പോൾ വിമാനത്താവളത്തിൽ നിന്ന് അവിടേക്ക് എത്തുകയാണ്. അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. റെയിൽവേ സ്റ്റേഷന്റെ ഉദ്ഘാടന ചടങ്ങിന് ശേഷം പ്രധാനമന്ത്രി പിന്നീട് വിമാനത്താവള ഉദ്ഘാടന ചടങ്ങിലേക്ക് നീങ്ങും. 12:15 മഹർഷി വാൽമീകി ഇന്റർനാഷണൽ അയോധ്യാധാം വിമാനത്താവളത്തിന്റെ ഉദ്ഘാടനവും നടക്കുക. അതും ലോകോത്തര നിലവാരത്തിലുള്ള വിമാനത്താവളമാണ്. 6,500 സ്ക്വയർ മീറ്ററിലാണ് ആ വിമാനത്താവളം പണി കഴിപ്പിച്ചിരിക്കുന്നത്. 2,200 മീറ്റർ നീളമുള്ള റൺവേ ഈ വിമാനത്താവളത്തിന്റെ പ്രത്യേകതയാണ്. 4 എയർക്രാഫ്റ്റുകൾക്ക് ഒരേ സമയം ലാൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളോട് കൂടിയുള്ള വിമാനത്താവളമാണ് അയോധ്യയിൽ ഒരുങ്ങിയിരിക്കുന്നത്. അയോധ്യ വിമാനത്താവളത്തിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ നേതൃത്വത്തിലാണ് സ്വീകരിച്ചത്. ഇപ്പോൾ റോഡ് ഷോയായി റെയിൽവേ സ്റ്റേഷന്റെ ഉദ്ഘാടനം നടക്കുന്ന ഇടത്തേക്ക് മോദി എത്തുകയാണ്. ഇന്ന് പ്രധാനമന്ത്രി അവിടെ എന്ത് പറയുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. BJPയുടെ രാമക്ഷേത്രം മുൻനിർത്തിയുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളുടെ തുടക്കം കൂടിയാണ് ഇന്ന് ഇവിടെ പ്രധാനമന്ത്രി കുറിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഇന്ന് പ്രധാനമന്ത്രി പറയുന്ന ഓരോ വാക്കുകളും രാജ്യം കാതോർക്കുകയാണ്. ആ രീതിയിൽ രാഷ്ട്രീയ പ്രാധാന്യമുള്ളതാണ്. ദൃശ്യങ്ങളിൽ നമുക്കിപ്പോൾ കാണാം. ഇരുവശത്തും ജനങ്ങൾ പൂക്കളെറിഞ്ഞും മറ്റുമൊക്കെ വലിയ സ്വീകരണം പ്രധാനമന്ത്രിക്ക് നൽകുന്നു. പ്രധാനമന്ത്രി വാഹനത്തിൽ നിന്ന് പുറത്തേക്ക് അല്പം ഇറങ്ങി അവർക്ക് അഭിവാദ്യമർപ്പിച്ച് കടന്നുപോകുന്നതാണ് നമ്മൾ കാണുന്നത്.
വലിയ സുരക്ഷാ ക്രമീകരണങ്ങളിൽ പ്രധാനമന്ത്രി ഇന്ന് അയോധ്യയിൽ നടക്കുന്ന ഉദ്ഘാടന ചടങ്ങുകൾ നടക്കുന്ന ഇടത്തേക്ക് റോഡ് ഷോയായി എത്തുന്നതാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. അദ്ദേഹം വിമാനത്താവളം മുതൽ ആദ്യ ഉദ്ഘാടന പരിപാടി നടക്കുന്ന അയോധ്യ ധാം റെയിൽവേ സ്റ്റേഷൻ വരെയാണ് റോഡ് ഷോയായി എത്തുക. ഇന്ന് മറ്റ് ചില പദ്ധതികളുടെ ഉദ്ഘാടനം കൂടി പ്രധാനമന്ത്രി നടത്തുന്നുണ്ട്. അമൃത് ഭാരത് എക്സ്പ്രസ്, വന്ദേ ഭാരത് എക്സ്പ്രസ്, 6 വന്ദേ ഭാരത് എക്സ്പ്രസുകളുടെ ഉദ്ഘാടനം, ഫ്ലാഗ് ഓഫ് കൂടിയാണ് ഇന്ന് നടക്കുക. അതിവേഗ യാത്ര വാഗ്ദാനം ചെയ്യുന്ന അമൃത് ഭാരത് എക്സ്പ്രസ്, അത് ഏതാണ്ട് വന്ദേ ഭാരതിനോടൊപ്പം തന്നെ കിടപിടിക്കുന്ന സൗകര്യങ്ങളോട് കൂടിയുള്ള ട്രെയിൻ ആണ്. അതിൻ്റെ ഫ്ലാഗ് ഓഫ് പ്രധാനമന്ത്രി നിർവഹിക്കും. ആനന്ദ് വിഹാർ ദർഭംഗ റൂട്ടിലും ബംഗളൂരു മാൾഡ റൂട്ടിലുമാണ് ഈ തീവണ്ടികൾ സർവീസ് നടത്തുക. 130 കിലോമീറ്റർ വേഗമാണ് ഇതിന് പ്രതീക്ഷിക്കുന്നത്. അതിവേഗ തീവണ്ടികൾ, ഏതാണ്ട് അത്യാധുനിക സൗകര്യങ്ങളുള്ള വന്ദേ ഭാരതിനോട് കിടപിടിക്കുന്ന തീവണ്ടികൾ എന്നത് തന്നെയാണ് അമൃത് ഭാരത് എക്സ്പ്രസ് തീവണ്ടികളുടെയും പ്രത്യേകത. പുഷ്പുൾ സാങ്കേതിക വിദ്യയിൽ പ്രവർത്തിക്കുന്ന തീവണ്ടികളാണ് ഇത്. അതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിനോടൊപ്പം തന്നെ 6 പുതിയ വന്ദേ ഭാരത് ട്രെയിനുകളുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിക്കും. 2180 കോടിയുടെ ചിലവിൽ ഗ്രീൻഫീൽഡ് ടൗൺഷിപ്പ് പദ്ധതിയുടെ ഉദ്ഘാടനം ഇന്ന് പ്രധാനമന്ത്രി നിർവഹിക്കും. അയോധ്യ രാംപഥ്, ഭക്തിപഥ്, ധർമ്മപഥ്, ശ്രീരാമ ജന്മഭൂമി പഥ് എന്നീ 4 റോഡുകൾ അത് നാടിന് സമർപ്പിക്കും. രാജശ്രീ ദശരഥ് സ്വയംഭരണ സംസ്ഥാന മെഡിക്കൽ കോളേജ്, അയോധ്യ ബൈപ്പാസിനും നഗരത്തിനുമിടയിലുമുള്ള ഒട്ടേറെ റോഡുകൾ തുടങ്ങി നിരവധി പദ്ധതികളുടെ ഉദ്ഘാടനമാണ് പ്രധാനമന്ത്രി നിർവഹിക്കുന്നത്. 15,700 കോടി രൂപയുടെ പദ്ധതികൾ നാടിന് സമർപ്പിക്കുകയാണ്. ലോകോത്തര നിലവാരത്തിലേക്ക് അയോധ്യയെ കൈപിടിച്ചുയർത്തുന്ന പ്രധാനമന്ത്രിക്ക് എല്ലാവിധത്തിലുമുള്ള നന്ദി രേഖപ്പെടുത്തുന്നു എന്നതാണ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഇന്ന് പറഞ്ഞത്. അദ്ദേഹത്തിന് നന്ദി അർപ്പിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ലോകോത്തര നിലവാരത്തിലേക്ക് എത്തുന്നു. അയോധ്യയിലേക്ക് ലോകത്തെവിടെയുമുള്ള തീർത്ഥാടകർക്ക് അവരെ സ്വാഗതം ചെയ്യുന്ന തരത്തിൽ ആ നഗരം മാറ്റുന്നു. അതിന് മുൻകൈയെടുത്ത പ്രധാനമന്ത്രിക്ക് നന്ദി എന്നതാണ് യോഗി ആദിത്യനാഥ് ഇന്ന് പറഞ്ഞത്. ഉപപ്രധാനമന്ത്രിയും അതേ തരത്തിലുള്ള സന്ദേശമാണ് നൽകുന്നത്. അങ്ങനെ BJP ഇത് ഒരു വലിയ രാഷ്ട്രീയ പ്രചരണത്തിനുള്ള വിഷയമാക്കി തന്നെ മാറ്റുന്നു എന്നതാണ് ഈ പ്രതികരണങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത്. എന്തായാലും പ്രധാനമന്ത്രി അയോധ്യയിൽ എത്തിയിരിക്കുകയാണ്. അദ്ദേഹം റോഡ് ഷോയായി ആദ്യ ഉദ്ഘാടന ചടങ്ങുകൾ നടക്കുന്ന അയോധ്യ ധാം റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അല്പസമയത്തിനകം തന്നെ അയോധ്യ ധാം റെയിൽവേ സ്റ്റേഷന്റെ ഉദ്ഘാടന ചടങ്ങുകൾ നടക്കും. അയോധ്യയുടെയും പരിസര പ്രദേശങ്ങളുടെയും അടിസ്ഥാന സൗകര്യ വികസനമാണ് ലക്ഷ്യമിടുന്നത്. അതിനുള്ള പദ്ധതികളാണ് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് ഇന്ന്. ലോകോത്തര നിലവാരത്തിലുള്ള തീർത്ഥാടന കേന്ദ്രമായി അയോധ്യയെ മാറ്റുക എന്നതിന്റെ അടിസ്ഥാനത്തിൽ ആവിഷ്കരിച്ച പദ്ധതികൾ, അതിൻ്റെ 1ാം ഘട്ടം ഉദ്ഘാടനം നടക്കുന്ന പദ്ധതികൾ, ഇനി നടത്താനുള്ള പദ്ധതികൾ എന്നിവയുടെ ഉദ്ഘാടനമാണ് ഇന്ന് നടക്കുന്നത്. വിവിധ കലാപരിപാടികൾ, കലാരൂപങ്ങൾ നമുക്ക് റോഡിന് ഇരുവശവും കാണാം. അവിടെ ഒരുക്കിയിരിക്കുന്ന കലാരൂപങ്ങൾ, ഒപ്പം നിരവധി പേർ റോഡിന് ഇരുവശവും തടിച്ചുകൂടിയിരിക്കുന്നു. ഇവരെയൊക്കെ അഭിവാദ്യം ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി കടന്നുപോകുന്നു അയോധ്യയുടെ വീതിയിലൂടെ. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം അദ്ദേഹം അയോധ്യ ധാം റെയിൽവേ സ്റ്റേഷനിലെത്തും. അവിടെ ഉദ്ഘാടന ചടങ്ങ് നടക്കും. അതീവ സുരക്ഷാ സംവിധാനങ്ങൾ നമുക്ക് കാണാം. ATSന്റെയും NSGയുടെയും ഒക്കെ നേതൃത്വത്തിലാണ് സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. അല്പസമയത്തിനകം ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിക്കും.